morning, dear children. As we have decided in the last class, today we are getting to know our English text, the content of it, and a general introduction to the first unit that we have to do. The first year English text has 6 units in total, and each unit has several separate lessons in them. The first unit, which is named Glimpses of Greatness, has 4 lessons in them of various nature. ബാക്കി എല്ലാ യൂണിറ്റ്സിനും 3 ലെസൺസ് വീതമേ ഉള്ളൂ. We are starting with the first unit, Glimpses of Greatness. It has 4 lessons in it. The first one is a short story, His First Flight, written by the Irish writer William of Flaherty. It is followed by a motivational speech, I Will Fly, by our former president and a great scientist, Dr. APJ Abdul Kalam. Then we have a profile on Stephen Hawking, Quest for a Theory of Everything. It's prepared by Kitty Gale Ferguson. And the last one is a poem, If, written by Rudyard Kipling. ഈ ടെക്സ്റ്റിലെ ഓരോ യൂണിറ്റും ഓരോ തീമിനെ ബേസ് ചെയ്തിട്ടാണ്. So each unit has a particular theme based on which the lessons are selected. Before going into the first unit, we are given a quote by Winston Churchill. Winston Churchill is the former Prime Minister of United Kingdom. ഇംഗ്ലണ്ടിൻ്റെ മുൻ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ഒരാളെന്ന് പറഞ്ഞാൽ പോലെ he was the most famous British Prime Minister. He was a very good writer, a motivational speaker, and a very good politician also, a statesman also. And here we are given one of his quotes. Success is not final. Failure is not fatal. It is the courage to continue that counts. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ യുദ്ധത്തിൽ തോറ്റു പിന്മാറാൻ തുടങ്ങിയ പട്ടാളക്കാരെ എൻകറേജ് ചെയ്യും, ആ യുദ്ധം വിജയിക്കാൻ തന്നെ കാരണമാവുകയും ചെയ്തതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റേത് എന്ന് പറയപ്പെടുന്ന ഒരു ചൊല്ലാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സക്സസ് ഈസ് നോട്ട് ഫൈനൽ. വിജയം ഒന്നിൻ്റെയും അവസാനമല്ല. അതേപോലെ തന്നെ പരാജയം നിർണായകവുമല്ല. ഇത് രണ്ടായാലും എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനം. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. അതാണ് ഈ ഒരു സേയിങ്ങിൻ്റെ അർത്ഥം. നമ്മൾ ഒരു തവണ വിജയിച്ചു എന്ന് വച്ച് ജീവിതകാലം മുഴുവൻ ആ വിജയം നമ്മുടെ ഒപ്പം നിൽക്കണമെന്നില്ല. അതുപോലെ തന്നെ ഒരു തവണ നമ്മൾ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഇനി ഒരിക്കലും നമുക്ക് വിജയിക്കാനാവുമില്ല, ആ ഈ ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായൊരു വഴിത്തിരിവാണ് എന്നും കരുതേണ്ടതില്ല. വിജയമായാലും പരാജയമായാലും അതിൽ നിന്നും നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകുന്നു, വിജയം നിലനിർത്താനും പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്താനും നമ്മൾ കാണിക്കുന്ന ധൈര്യം, അതാണ് പ്രധാനം. And there is a controversy that these are not the words of Winston Churchill. Let it be there like that. We are not sure about that. ഈ ഒരു സേയിങ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഓരോ യൂണിറ്റിനും ഒരു തീമുണ്ട് എന്ന് കണ്ടു. ഇവിടെ വിജയങ്ങളും അല്ലെങ്കിൽ വിജയവും പരാജയവും ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും എങ്ങനെ വിജയത്തിലേക്ക് പരാജയത്തെ ഒരു ഇൻസ്പിറേഷനാക്കി ഊർജമാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെ വിജയത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീമാണ് ആദ്യത്തെ യൂണിറ്റിന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ഡിസ്കോഴ്സസ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ദർ ഇസ് എ സ്റ്റോറി, എ സ്പീച്ച്, ദെൻ എ പ്രൊഫൈൽ ആൻഡ് എ പോയം. അപ്പോൾ ഈ 4 ലെസൺസും ബേസിക് തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആശയത്തെയാണ്. വിജയവും പരാജയവും എങ്ങനെ ഒരു വ്യക്തിയുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിനെക്കുറിച്ചാണ്. നൗ ദർ ഇസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് താഴെ തന്നിരിക്കുന്നത്. സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസെവറൻസ്. പെർസെവറൻസ് മീൻസ് സ്ഥിരോത്സാഹം. എത്ര തവണ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ആ ഒരു മനസ്സ്,
അതാണ് പെർസിവറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്ഥിരോത്സാഹിയായ ഒരാൾക്ക് മാത്രമേ വിജയം കൈവരിക്കാനാവുകയുള്ളൂ. The great achievements of others can inspire us, and we in turn can be an inspiration to many. The first unit of this textbook, Glimpses of Greatness, that is the name of this unit, highlights the personality traits of some great people. It throws light on the qualities that are to be developed so as to become successful in life. നമുക്ക് മാതൃകയായിട്ട് എടുക്കാവുന്ന ചില ജീവിതങ്ങൾ, അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാത്തവരുമുണ്ട്, ചില ജനറൽ ഇൻസ്ട്രക്ഷൻസുമുണ്ട്. അങ്ങനെ ചില ക്വാളിറ്റീസ്, ചില ട്രേഡ്സ്, ചില പേഴ്സണാലിറ്റി ട്രേഡ്സ്, ചില വ്യക്തിത്വങ്ങളുടെ ചില പ്രത്യേകതകൾ, അത് നമ്മൾക്ക് പരിചയപ്പെടുത്തുക വഴി എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു യൂണിറ്റ് ഉദ്ദേശിക്കുന്നത്. And see the name of the unit, Glimpses of Greatness. Glimpse means a brief sight or a scene, ഒരു ലുക്ക്, നിമിഷ നേരത്തേക്ക്, നൈമിഷികമായിട്ട്, ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു ദർശനം, ക്ഷണികമായിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ചില ട്രേഡ്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ആ ട്രേഡ്സ് അവരെ എങ്ങനെ വിജയത്തിലേക്ക് എത്താൻ സഹായിച്ചു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, പരാജയപ്പെടുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ആ പരാജയത്തിൽ നിന്ന് എങ്ങനെ വിജയത്തിലേക്ക് എത്താം, ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. This unit includes an anecdote from the life of Abraham Lincoln. It is a pretext. ഇത് പ്രധാന ലെസൺസിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, പ്രിഫസ് പോലെ തന്നിരിക്കുന്നതാണ്, അബേസ് ഫസ്റ്റ് സ്പീച്ച്. Then a story by Liam of Laherty, his first flight. Then a motivational speech, an inspiring speech by Dr. APJ Abdul Kalam, and it is named I Will Fly. And then there is a profile. Profile is a short biography of Stephen Hawking, and the name of that profile is Quest for a Theory of Everything. And the final one is a poem by Rudyard Kipling, If. ഈ 4 ലെസൺസ് ആണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ദിസ് യൂണിറ്റ് എയിംസ് അറ്റ് equipping the learners to face the challenges of life with courage, confidence and perseverance, and to become unique in their own ways. ഈ ഒരു യൂണിറ്റിലെ ലെസൺസ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പേർപ്പസ്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് വിദ്യാർത്ഥികളെ ലൈഫിൽ അവർ നേരിട്ടേക്കാവുന്ന, ഇനിയുള്ള വരും കാലത്ത് അവർ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങളെ ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, സ്ഥിരോത്സാഹത്തോടെ നേരിടാനും അവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ മികവുറ്റവരായി മാറാനും സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ആൻഡ് വൈൽ ഡൂയിങ് സോ ദേ മസ്റ്റ് അപ്ഹോൾഡ് ദ വാല്യൂസ് ഓഫ് ലൈഫ്. ഏത് വിധേനയും വിജയത്തിലെത്തുക എന്നുള്ളതല്ല, ജീവിതത്തിലെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആദ്യത്തെ യൂണിറ്റിൻ്റെ objective. On the next page of your text, you are given another quote from Twelfth Night, a drama by William Shakespeare. It goes like, "Some are born great, some achieve greatness, somehow greatness thrust upon them." ചില വ്യക്തികൾ ജന്മനാ മഹാന്മാരായി തന്നെ ജനിക്കുന്നു, ചിലർ സ്വപ്രയത്നം കൊണ്ട് മഹത്വം നേടിയെടുക്കുന്നു. എന്നാൽ മറ്റു ചിലരിലാവട്ടെ മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ചിലർ വലിയ വലിയ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ വലിയ മഹാന്മാരായിട്ടുള്ള ആൻസസ്റ്റേഴ്സിനാൽ അവരിലും മഹത്വം ഉണ്ടായി വരുന്നു. മറ്റു ചിലരാവട്ടെ സ്വന്തം കഴിവുകളെ വേണ്ടവണ്ണം ഉപയോഗിച്ച് സ്വപ്രയത്നത്തിലൂടെ മഹാന്മാരായി തീരുന്നു. എന്നാൽ മറ്റു ചിലരെ മറ്റുള്ളവരാണ് മഹാന്മാരായി ചിത്രീകരിക്കുന്നത്. And which one do you think is the most real greatness? Yes, the second one. സ്വന്തം പ്രയത്നത്തിലൂടെ, ഹാർഡ് വർക്കിലൂടെ മഹാന്മാരായി തീരുക, അല്ലെ ജീവിത വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു സേയിങ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്
ഈ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഈ യൂണിറ്റിൻ്റെ തീമിനെ ഒന്നും കൂടെ റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി അതിന് താഴെ ഒരു ബബിളിൽ ഗ്രേറ്റ്നെസ് എന്നൊരു വാക്കും ചുറ്റും കുറച്ച് ബോക്സസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 ബോക്സിൽ തന്നിട്ടുണ്ട് ഹാർഡ് വർക്ക് എന്നും പെർസിവറൻസ് എന്നും. വാട്ട് യു ഹാവ് ടു ഡു ഈസ് fill in the other boxes also with words related to greatness. ഹാർഡ് വർക്കും പെർസിവറൻസും നമ്മളെ സക്സസ്ഫുൾ ആവാൻ സഹായിക്കുന്നത് പോലെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുന്നു എന്നുള്ള ചില വാക്കുകളാണ് അവിടെ എഴുതേണ്ടത്. 1-2 വാക്ക് ഞാൻ പറയാം, ബാക്കി നിങ്ങൾ തന്നെ ആലോചിച്ച് എഴുതുക. കോൺഫിഡൻസ്, ദെൻ ഡിസിപ്ലിൻഡ് ലൈഫ്, അതുപോലെ എന്ത് ഗുണങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെയുള്ള ചില വാക്കുകൾ. ഈ ബോക്സിൻ്റെ എണ്ണം കണക്കാക്കേണ്ട, കുറച്ചുകൂടെ അധികം വാക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ എഴുതി വയ്ക്കാവുന്നതാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. അതേ പേജിൽ തന്നെ താഴെയായിട്ട് ഒരു പിക്ചർ, ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ കെയർഫുള്ളി. ഇറ്റ്സ് എ പിക്ചർ ഓഫ് സ്റ്റേജ്. എ ബോയ് ഈസ് ട്രൈങ് ടു, ഓർ എ ചൈൽഡ് ഈസ് ട്രൈങ് ടു ബാക്ക് അവേ, പുറകോട്ട് പോകാൻ നോക്കുകയാണ്. ബട്ട് ദ ടീച്ചർ, മേ ബി ടീച്ചർ ഓർ ദ മദർ, ആരായാലും ദാറ്റ് പേഴ്സൺ ഈസ് പുഷിങ് ഹിം ഫോർവേഡ് ആൻഡ് ദർ ആർ ഓഡിയൻസ്, ജഡ്ജസ് ഓർ ദ പീപ്പിൾ ഹു ആർ controlling the stage. I think some of you may have an incident coming into your mind. എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടായി കാണും ചിലർക്കെങ്കിലും ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ. യെസ്, നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായേക്കാവുന്ന ഒരു സന്ദർഭമാണിത്. സ്റ്റേജ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു എംബാരസിങ് സിറ്റുവേഷൻ, ഒരു സ്ട്രേഞ്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, എംബാരസിങ് ആയിട്ടുള്ള. കോൺഫിഡൻസ് ഒന്നും അതുവരെ നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിരുന്നിരിക്കാം, പക്ഷെ ആ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ, ആ ഒരു സീനിലേക്ക് എത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതെല്ലാം, പഠിച്ചതൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥ, പേടിച്ച് വാക്കുകളൊന്നും പുറത്തേക്ക് വരാത്ത ഒരവസ്ഥ. അവിടെ ആ ടീച്ചർ അല്ലെങ്കിൽ അമ്മയാവാം, ആരുമാവാം, ട്രൈങ് ടു എൻകറേജ്, നിന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ദ ബോയ് ഈസ് റിലക്റ്റൻറ്റ്. ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം, അവൻ പുറകോട്ട് ആഞ്ഞു നിൽക്കുകയാണ്. സോ ഈ ഒരു ചിത്രം നിങ്ങളിൽ ഉണ്ടാക്കിയ ആ ഒരു ഇൻസിഡൻറ്റ് ഏതായാലും, ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങൾ സ്റ്റേജേ വെറുത്തുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കൊരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണോ, അതോ ഈ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഈ ഒരു എംബാരസിങ് സിറ്റുവേഷൻ ഇനി വരരുത് എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണോ ചെയ്തത്? ഇതിൽ നിങ്ങളുടേത് എന്താണോ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ how to continue with it. It is counted എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ കണ്ട കോട്ടിൽ ഫൈനലായിട്ടല്ല, സക്സസ്സോ ഫെയിലറോ ഫൈനൽ അല്ല, അതിനെ നമ്മൾ തുടർന്ന് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു ആശയത്തെയാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ചിത്രവും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ കോട്സും എല്ലാം തന്നെ നമുക്ക് വരാനിരിക്കുന്ന ലെസൺസിലേക്കുള്ള ഒരു ക്ലൂ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. Can you identify the person in this picture? Yes, the former president of America, Abraham Lincoln. He was the person who abolished slavery and gave freedom to the Negro slaves. And he gave a very famous definition to the term democracy as the government of the people, by the people and for the people. ഇതിനൊക്കെ പുറമെ മറ്റൊരു കഴിവ് കൂടി ഇദ്ദേഹത്തിൻ്റെതായി എടുത്ത് പറയപ്പെടാറുണ്ട്. ഇദ്ദേഹം നല്ലൊരു വാഗ്മിയായിരുന്നു. He was a great orator. He could make very good public speeches. നമുക്ക് പ്രീ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരിക്കാനുള്ള കഴിവ്, ദാറ്റ് വാസ് there from the very beginning stage itself. അത് തെളിയിക്കുന്ന ഒരു സംഭവം, an incident that happened in its childhood. അതാണ് നമുക്ക് പ്രീ ടെക്സ്റ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ജന്മസിദ്ധമായ കഴിവിനെ സ്വന്തം വളർച്ചയ്ക്ക്, സ്വന്തം വിജയത്തിലേക്ക് എത്ര നന്നായി അദ്ദേഹം ഉപയോഗിച്ചു എന്ന് നമുക്ക് ഈ ഒരു പാസേജ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. Here the text is given the title Abbe's first speech. Let us read it once. Abbe made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. In the beginning, we are given a physical description of his appearance.
And from the description, we can understand that he comes from a very poor family. തന്നിരിക്കുന്ന വിവരണം വെച്ചുകൊണ്ട് ഈ പയ്യൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Barefoot means ചെരുപ്പൊന്നും ഇടാത്ത. Then the trousers held up by one suspender means പണ്ട് കാലത്ത് വള്ളി നിക്കർ എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ റോംബർ എന്ന് പറയുന്നത്, ട്രൗസർ ഒരു സ്ട്രാപ്പിൻ്റെ സഹായത്തോടെ ഹെൽഡപ്പ് ചെയ്യുന്നത്. ആൻഡ് സീ ദ ചീപ്പ് സ്ട്രോ ഹാറ്റ് ഓൺ ഹിസ് ഹെഡ്, വളരെ ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ, അതിൽ ഹോൾസുമുണ്ട്, ആ ദ്വാരങ്ങളിലൂടെ അവൻ്റെ മുടി പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് ഹി ബിലോങ്ഡ് ടു എ വെരി പുവർ ഫാമിലി. ആൻഡ് വി നോ ദാറ്റ് ദിസ് ആബേ ഇസ് ദ നിക് നെയിം ഫോർ the great American president, the former president Abraham Lincoln. ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് തന്നിരിക്കുന്നത്, എബ്രഹാം ലിങ്കൺ വാസ് നോൺ ഫോർ ഹിസ് ഒറേറ്ററി, അദ്ദേഹത്തിൻ്റെ പ്രാസംഗിക കലയിലുള്ള മികവ് വളരെ പ്രസിദ്ധമാണ്. ആ ഒരു കഴിവ്, നന്നായി സംസാരിക്കാനുള്ള കഴിവ്, ഇറ്റ് വാസ് ദെയർ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്, ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ജന്മസിദ്ധമായൊരു കഴിവായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. ആ കഴിവിനെ അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക്, ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനം. ആൻഡ് ഹീ ഈസ് നോട്ട് അലോൺ. ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ് വി ആർ ഗെറ്റിംഗ് ടു നോ ദാറ്റ് ഹീ ഈസ് വിത്ത് ഹിസ് ഫ്രണ്ട്. ആൻഡ് ബിലോ ദ ടെക്സ്റ്റ് യു ക്യാൻ see those boys, Abe and Dennis Hanks, in a marketplace. Look at your text. Abe, in company with his rail-splitting companion Dennis Hanks, attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms wildly. ആബെയും ആബെയുടെ സുഹൃത്തായ ഡെന്നിസ് ഹാങ്സും അവർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ നടന്ന ഒരു സ്പീച്ച് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ദേ ആർ കമ്മിങ് ഫ്രം ദെയർ വർക്ക് പ്ലേസ്. അവരവരുടെ ജോലി സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ ചെറിയ കുട്ടികൾ ജോലി സ്ഥലത്ത് നിന്നോ എന്ന് നമുക്ക് തോന്നിയേക്കാം. യെസ്, ദേ ഹാഡ് ടു വർക്ക് ഫോർ ദെയർ ഫാമിലി. അവർക്ക് സ്കൂളിൽ പോകാനും ഒന്നും സാധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, വീട്ടിലെ അത്ര പുവർ കണ്ടീഷൻ ആയതുകൊണ്ട് അവർക്ക് വീട്ടിലേക്ക് പണം കണ്ടെത്താൻ വേണ്ടി ജോലി ചെയ്യാനും പോവേണ്ടി വന്നിരുന്നു. അവർ ചെയ്തിരുന്ന ജോലിയുടെ പേരാണ് അവിടെ തന്നിരിക്കുന്നത്, റെയിൽ സ്പ്ലിറ്റിംഗ്. റെയിൽ സ്പ്ലിറ്റിംഗ് എന്നത്, സ്പ്ലിറ്റിംഗ് മീൻസ് കട്ടിങ് ഇൻ ടു പീസസ് എന്നാണ്, കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ റെയിൽവേ പാളങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെറ്റലിട്ട് രണ്ട് വശത്തും നീണ്ട റെയിൽ റോഡ്സ്, അതിന് നടുക്ക് മെറ്റലും കോൺക്രീറ്റ് സ്ലാബ്സും കണ്ടിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് അവിടെ തടിക്കഷ്ണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, വീതിയുള്ള തടിക്കഷ്ണങ്ങൾ. ആ ജർക്കിങ് അതിൻ്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെറ്റൽ പാകുന്നത്. അപ്പം ഈ തടിക്കഷ്ണങ്ങൾ മുറിക്കുക, അളവനുസരിച്ച് തടിക്കഷ്ണങ്ങൾ മുറിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയായിരുന്നു ആബെയും ഡെന്നിസും ഒക്കെ ചെയ്തിരുന്നത്. ആ ജോലിക്കിടയ്ക്കാണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നും അവിടെ ഒരു സ്റ്റംപ് സ്പീക്കർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിപ്പിക്കൽ പബ്ലിക് സ്പീക്കർ എന്നാണ്. സ്റ്റംപ് സ്പീക്കർ എന്ന വാക്ക് വരാൻ കാരണം പണ്ട് കാലത്ത് മൈക്കോ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കൂടി നിൽക്കുന്ന ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുമായിരുന്നു പ്രസംഗം ചെയ്യുന്നവർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റംപ് എന്ന് ഉദ്ദേശിക്കുന്ന മരക്കുറ്റികളാണ്. ചിലപ്പം എന്തെങ്കിലും തടി കഷ്ണങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, അതിൻ്റെ മുകളിൽ കയറി നിന്നായിരിക്കാം അവർ ആദ്യകാലത്ത് സംസാരിച്ചിരുന്നത്. അതിൽ നിന്നാണ് സ്റ്റംപ് സ്പീക്കർ എന്നൊരു ടേം ഉണ്ടായത്. ഇവിടെ ഒരു പബ്ലിക് സ്പീക്കർ എന്ന് മാത്രം എടുത്താൽ മതി. എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണോ സാധാരണ ഇങ്ങനെ പബ്ലിക് സ്പീച്ചസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ സംസാരിക്കുക, അതുപോലാണ് ഇവിടുത്തെ ഈ സ്പീക്കറും സംസാരിച്ചത്. എങ്ങനെയാണെന്ന് നോക്കാം. ലൗഡ് വോയിസ്ഡ്, വളരെ ഉറക്കെ. ഹു ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ്, ഉറക്കെ പറയുക. ദെൻ വേവ്ഡ് ഹിസ് ആംസ് വൈഡ്ലി, ഈ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ കൈ വീശുക. അത് ആ കൈ വീശുന്നതിന് ഇവിടെ വൈൽഡ്ലി എന്നാണ് പറയുന്നത്. ആവേശം കൊണ്ട്, പറയുന്ന കാര്യത്തിൻ്റെ ആവേശം വരുമ്പോഴേക്കും ഒച്ചയും ഉയരുക, കൈ വീശുന്നതിനും ഒരു സ്പീഡ് കൂടുക എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ ഒരു സ്പീക്കർ അവിടെ ഉണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് ആബെയും ഡെന്നിസും പണി പകുതിക്ക് നിർത്തിയിട്ട് ഇത് കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
സോ സാധാരണഗതിയിൽ നമുക്ക് ഈ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നിത്തുടങ്ങാൻ കുറച്ച് മുതിർന്ന് കഴിയുമ്പോഴാണ്. ഇവിടെ ഈ രണ്ട് കുട്ടികൾക്കും അങ്ങനെ ഒരു സ്പീച്ച് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒറേറ്റർ എന്നതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഡെന്നിസ് വാസ് എ വെരി close friend, very sincere friend who came with Abe to listen to that speech. Though they listened to the speech fully, both of them were not that much satisfied with the speech. See what happens? At the conclusion of the speech, which did not meet the views either of Abe or Dennis, the latter declared that Abe could make a better speech than that. So Dennis was so confident in the capacity of his friend to make a public speech. ആബേക്കാണേലും ഡെന്നിസിനാണേലും ആ കേട്ട പ്രസംഗം അത്രത്തോളം അവർ വളരെ പ്രതീക്ഷയോടെ ഓടി വന്നതാണ്. പക്ഷെ അവർ പ്രതീക്ഷിച്ചത്ര നന്നായില്ല ആ സ്പീച്ച് എന്ന് രണ്ടു പേർക്കും തോന്നി. എന്ന് മാത്രമല്ല, ആ കുട്ടികളുടേതായിട്ടുള്ള നിഷ്കളങ്കത കൊണ്ട് ഡെന്നിസ് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു, എൻ്റെ ഫ്രണ്ട് ആബെ ഇതിനേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കും എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. Whereupon he got a dry goods box and called on Abe to reply to the campaign orator. പറഞ്ഞു എന്ന് മാത്രമല്ല, ആബേക്ക് അതിനു വേണ്ടി ഒരു അവസരവും കൂടെ അവൻ ഒരുക്കി കൊടുക്കുക. പബ്ലിക് സ്പീക്കർ ഹി വാസ് എ ഗ്രോൺ അപ്പ് മാൻ, നല്ല ഉയരമുള്ള ഒരു ഗ്രോൺ അപ്പ് മാൻ. അപ്പോൾ ആ ആളുടെ ഒപ്പം വരാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി, എന്തെങ്കിലുമൊക്കെ ഗുഡ്സ് കൊണ്ടുവന്ന പെട്ടിയാവാം, അത് എടുത്തിട്ട് അവനോട് നീ കയറി സംസാരിക്കും, നിനക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ഇദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി പ്രസംഗം നീ നടത്തുക എന്ന് എൻകറേജ് ചെയ്ത് ആബയെ കൊണ്ട് ആ ഒരു സ്പീച്ച് നടത്താൻ ശ്രമിക്കും. And Abe he also was so excited to give a reply. Little Abe threw his old straw hat on the ground and, mounting the dry goods box, delivered a speech which held the attention of the crowd and won him considerable applause. ഡെന്നിസ് പറഞ്ഞപ്പോൾ അയ്യോ എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ആബെ ചെയ്തത്. അവൻ വളരെ സന്തോഷത്തോടെ വളരെ കോൺഫിഡൻസോടെ ആ പെട്ടിയുടെ പുറത്ത് ചാടിക്കയറി ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് വളരെ നല്ല ഒരു മറുപടി പ്രസംഗം കാഴ്ചവെച്ചു. എന്ന് മാത്രമല്ല, അവിടെ കൂടി നിന്നവർ മുഴുവൻ ഇത് ശ്രദ്ധയോടെ കേൾക്കുകയും പ്രസംഗം അവസാനിച്ചപ്പോൾ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്ലോസ് മീൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് അപ്ലോസ് എന്ന് പറയുന്നത്. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. See that quality of that orator, that campaign speaker. Campaign speaker means എന്തെങ്കിലും ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രസംഗം നടത്തുന്ന അല്ലെ പ്രൊഫഷണലായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ക്യാമ്പയിൻ സ്പീക്കർ. അദ്ദേഹം വരെ സമ്മതിച്ചു വളരെ നല്ല പ്രസംഗമായിരുന്നുവെന്നും ഞാൻ പറഞ്ഞ എല്ലാ പോയിൻറ്സും മനസ്സിലാക്കി അതിനൊക്കെ വേണ്ട എക്സ്പ്ലനേഷൻസ്, മറുപടി വേണ്ടടുത്ത് മറുപടി അല്ലെങ്കിൽ ഒരു വ്യക്തത വരേണ്ടടുത്ത് വ്യക്തത വരുത്തി തന്നെയായിരുന്നു ഈ കുട്ടി സംസാരിച്ചതെന്ന് അദ്ദേഹവും സമ്മതിച്ചു കൊടുത്തു. ഡെന്നിസ് ഹാങ്സ്, who thought Abe was the greatest man who ever lived, was so delighted, and he often spoke of how young Abe got the better of the trained campaign speaker. ആബേക്ക് കിട്ടിയ പ്രശംസ ഡെന്നിസ് ഹാങ്സിനെയാണ് അതിനേക്കാൾ സന്തോഷിപ്പിച്ചത്, അല്ലെ എക്സൈറ്റഡ് ആക്കിയത്. ഹി വാസ് സോ പ്രൗഡ് ഓഫ് ഹിസ് ഫ്രണ്ട്. എൻ്റെ ആബെ ഇത്ര മിടുക്കനാണ്, എനിക്ക് ഉറപ്പാണ് അവൻ നന്നായിട്ട് ചെയ്തേനെ, എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ആ കരഘോഷവും അഭിനന്ദനവും ഒക്കെ കണ്ടതോടെ ആബയേക്കാൾ സന്തോഷമാണ് ഡെന്നിസ് ഹാങ്സിനുണ്ടായത്. എന്ന് മാത്രമല്ല, പിന്നീട് പലതവണയും മറ്റു പലരോടും ഈ ഒരു പ്രസംഗം നടത്തിയതിനെക്കുറിച്ചും അത് കേട്ട് മറ്റുള്ളവരെ നടത്തിയ അഭിനന്ദനത്തെക്കുറിച്ചും ഒക്കെ ഡെന്നിസ് പറഞ്ഞു നടക്കാറുമുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രീ ടെക്സ്റ്റ് എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ആക്ച്വൽ ടെക്സ്റ്റ് വരുന്നതേ ഉള്ളൂ, അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലാണ്. അപ്പം ഈ ഒരു പീസ് ഓഫ് റൈറ്റിംഗ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ചില പോയിൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ചില ഘടകങ്ങൾ. ഇവിടെ വി ആർ ഗെറ്റിംഗ് ടു നോ അബൌട്ട് എബ്രഹാം ലിങ്കൺസ് ചൈൽഡ്ഹുഡ്. എബ്രഹാം ലിങ്കൺ ആരാണ് എന്ന് നമുക്ക് ഇപ്പോൾ അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ഒരു ഇൻസിഡൻറ്റിൽ നമ്മൾ കണ്ടെത്തേണ്ട ചില പോയിൻറ്റ്സ്, ഹൗ വി ക്യാൻ ബി സക്സസ്ഫുൾ. നമ്മൾ മുമ്പേ പറഞ്ഞു, ആ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ സക്സസ് ഉള്ളതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എഴുതാൻ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റുന്നു എന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, വി ക്യാൻ ബി ഷുവർ ദാറ്റ്
ആ ഒരു ഇൻബോൺ ടാലൻറ്റ്. നമുക്കൊരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള കഴിവ് അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ചില കഴിവുകളുണ്ട്. പാട്ട് പാടാൻ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ, പടം വരയ്ക്കാൻ, പ്രസംഗിക്കാൻ, ടീച്ചിങ്ങിന്, ഇങ്ങനെയുള്ള ഒരു ഇൻബോൺ ടാലൻറ്റ് ദാറ്റ് ഷുഡ് ബി ദർ. ഒരു പരിധി വരെ അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയാൽ നമുക്കതിനെ പോളിഷ് ചെയ്ത് നന്നാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആബെയുടെ കോൺഫിഡൻസ്. വെൻ ഡെന്നിസ് ഹാങ് സേസ് ദാറ്റ് മൈ ആബെ വിൽ ഡെലിവർ എ ബെറ്റർ സ്പീച്ച്, മാറി നിൽക്കുക അല്ല ആബെ ചെയ്തത്. യെസ് ഐ ക്യാൻ എന്നുള്ള ഭാവത്തിൽ മുന്നോട്ട് വന്ന് വളരെ നല്ല രീതിയിൽ ആ പ്രസംഗം കാഴ്ചവെക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് തിങ്ക് ഓഫ് യുവർ സെൽഫ്, അല്ലെ യുവർ ക്ലാസ്. അവിടെ ചിലപ്പോൾ ടീച്ചർമാർ പറയും പാട്ട് പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഞാൻ പാടാമെന്ന് പറഞ്ഞ് എണീക്കും. ചിലർ കൂട്ടുകാരുടെ പേര് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ കൂട്ടുകാർ ചിലപ്പോൾ ഈ ടീച്ചറെ ഇവൻ ചുമ്മാ പറയല്ല, ഇവള് ചുമ്മാ പറയുക എന്ന് പറയാറുണ്ട്, ഇല്ലേ? പക്ഷെ ഇവിടെ എന്താ, ഡെന്നിസ് ഹാങ്സിൻ്റെ ഒരു മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഡെന്നിസ് ഹാങ്സ് ഇവൻ ചെയ്യും. ആൻഡ് ആബെ വാസ് റെഡി ടു ഡു ദാറ്റ്. ദാറ്റ് ഷോസ് ഹി വാസ് കോൺഫിഡൻറ്റ് ഇൻ ഹിസ് എബിലിറ്റി ടു മേക്ക് എ പബ്ലിക് സ്പീച്ച്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കഴിവിൽ നമുക്കുള്ള വിശ്വാസം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവിടെ ദ റോൾ പ്ലേഡ് ബൈ ഡെന്നിസ് ഹാങ്സ്. ആബെ എന്ന കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ കഴിവിനെ അവിടെ കൂടി നിന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു റോളാണ് ഇവിടെ ഡെന്നിസ്. എൻ്റെ ആബെ ഇത് ചെയ്യും നന്നായിട്ട് എന്ന് മാത്രമല്ല, ആബെയ്ക്ക് വേണ്ട സപ്പോർട്ടും കൊടുക്കുക ചെയ്യുന്നു, ഒരു മോട്ടിവേഷൻ എന്നുള്ളത്. സോ ഓൾ ദീസ് ഫാക്ടേഴ്സ്, ഓഫ് കോഴ്സ് വി ക്യാൻ സേ വൺ മോർ തിങ്, the applause, the praise given by the grown-up people who listened to his words. ഈ പ്രസംഗം കേട്ട് ആ കുട്ടിയെ അഭിനന്ദിച്ച, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച അവിടെ കൂടി നിന്ന എല്ലാവരുടെയും ആ ഒരു റെസ്പോൺസ് അതും വളരെ പ്രധാനമാണ്. നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് അംഗീകാരം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലെ നന്നായി ചെയ്യാൻ ശ്രമിക്കാൻ ഒരു തോന്നൽ ഉണ്ടാവും. സോ ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മേക്കിംഗ് സമൺ എ ഗ്രേറ്റ് മാൻ, അല്ലെങ്കിൽ ലീഡിങ് സമൺ ടു സക്സസ്. നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് യു റീഡ് ഇറ്റ് വൺസ് അഗെയിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ വേറെ ഏതെങ്കിലും പോയിന്റ് കൂടെ ഉണ്ടോ, ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പോയിന്റ് കൂടെ ഉണ്ടോ എന്ന് നോക്കി കുറിച്ച് വെച്ചോളൂ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചോളൂ. ഇതുപോലെ മറ്റ് പല ഘടകങ്ങളും ഒരാളുടെ വിജയത്തിന് പിന്നിലുണ്ട്, അല്ലെ ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് പിന്നിലുണ്ട്. അതാണ് നമ്മൾ ഇനി വരുന്ന ലെസൺസിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ലെസൺസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് എന്നതിനൊരു സൂചന തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതിലേക്കൊരു ആമുഖമായിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പീസ് ഓഫ് റൈറ്റിംഗ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് പ്രീ ടെക്സ്റ്റ്. പ്രീ എന്ന് വെച്ചാൽ മുൻപ് വരുന്നത്, യഥാർത്ഥ ടെക്സ്റ്റിന് മുൻപ് വരുന്നത്, ഒരു ഇൻട്രൊഡക്ടറി പീസ് ഓഫ് റൈറ്റിംഗ് എന്നുള്ളത്. And with this, we are concluding today's class. From the next class, we can start with the first lesson, His First Flight, written by Liam of Laherty. Thank you.